പലഹാരത്തിന് അരി വെള്ളത്തിലിട്ടോ കുഞ്ഞുമാളു? അവൻ ഉറങ്ങിയോ? വെളിച്ചുണ്ടെന്നാ തോന്നണേ. പരീക്ഷ കഴിഞ്ഞാലും പിന്നെന്തിനാ വായിക്കണേ? അവന് കണ്ണ് കണ്ടത് കുത്തി കുറിക്കുക വായിക്കുക അല്ലാണ്ട് വേറെ പണിയുണ്ടോ? പാവം. അയ്യോ അമ്മേ, എന്താടി? എന്താ? എന്റെ കാലിമിൽ എന്തോ ചാടി. വലിയാവും. ആ നെല്ലും പൊത്തായതിന്റെ പൊത്തടയ്ക്കാൻ ഞാൻ അച്ഛനാരോട് എത്രയായി പറയണു. തെക്കേ മുറിയിൽ എലിയുടെ ശല്യം ഉണ്ടോ മോനെ? ഇല്ല. ഇന്നലെ പെണ്ണിന്റെ കാലുമിൽ എന്തോ ചാടിയത്രേ. അമ്മേ, കുറച്ച് വെള്ളം. മോളില് വെള്ളം കൊണ്ടുവച്ചിട്ടില്ലേ കുഞ്ഞുമാളു? പൂച്ച തട്ടിമറിച്ചു. വെള്ളം കൊണ്ടു കൊടുക്കേ. കുഞ്ഞുമാളു, ദീപം നീ ഇന്ന് വരണം.
നീ എന്തിനാ ഭയപ്പെടുന്നത്? ഞാനില്ലേ പെണ്ണെ, നിനക്കെന്നും ഞാനുണ്ട്. കാണുമ്പോ ഞാൻ പറയണുണ്ട്, വേവോളം കാത്ത ആറോളം നിൽക്കാന്ന്. ഉദ്യോഗം ശരിയായോ, അവനൊരു താവളായോ, ഒന്നും ഒരു വിചാരവും ഇല്ല. വരണ കത്തിലൊക്കെ ഒന്നേ എഴുതാനുള്ളൂ, രത്നത്തിന്റെ പുറമുറിക്കാര്യം. മറ്റുള്ളവരുടെ കാര്യം പോലെയാണോ ഇവിടുത്തെ കാര്യം? ആണായിട്ട് ഒരുത്തൻ മാത്രമേ ഉള്ളൂ. ഉദ്യോഗമോ മാസപ്പടിയോ ഒന്നുമില്ലാതെ കഴിഞ്ഞുകൂടാനുള്ള വകയുണ്ട്. അതുകൊണ്ടായിരിക്കും അപ്പമേനം ധൃതി കൂട്ടുന്നത്. ജോലിക്കാരത്തിന് വല്ലതും നോക്കണുണ്ടോ ദാസ? എന്റെ ഒരു ചങ്ങാതിയുടെ അച്ഛൻ എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ പാസ്സായി കിട്ടണ്ടേ? ഒരു പേപ്പറ് വലിയ കുഴപ്പമായിരുന്നു കുറി. എപ്പോഴും സംശയ. ഇനി വിവരം അറിയുമ്പോ 1ാം ക്ലാസ് തന്നെ ഉണ്ടാവുകയും ചെയ്യും. അതാ അവന്റെ സ്വഭാവം. മനസ്സിനൊരു ഉറപ്പുമില്ല, പാവം. പരീക്ഷയുടെ കാര്യത്തില് എന്താ അത്ര പേടി? ഒരു പേപ്പറ് ആകെ തകരാറിലായിരുന്നു. സാരില്ല, ഒന്നും പറ്റില്ല. സംശയം ഉണ്ടെങ്കിൽ ഞാൻ തീർത്തുതരാം. ചിരിക്കണ്ട, ഇത് കളിയല്ല, അറിയാനൊക്കെ വഴിയുണ്ട്. ബോർഡ് ഓഫ് എക്സാമിനേഴ്സ് നീയോ? എന്താ പറഞ്ഞേ? മാർക്കിടുന്നത് നീ അല്ലല്ലോ. ഞാനിടണ്ട, എല്ലാം അറിയണ ഒരാളുണ്ടല്ലോ. ഉറങ്ങിക്കോളൂ. അമ്മണി, നേരത്തെ പ്രസവിച്ചു ഇന്നലെ രാത്രി. പിന്നെയും പെൺകുട്ടി. ഞാൻ ചെട്ടിച്ചിയുടെ അവിടെ പോയിട്ട് വരാ. ദാസേട്ടന് മുളകോപ്പട ഇഷ്ടാത്രേ. വരണില്ലേ? കുട്ടി കാണണ്ടേ? നല്ല നിറം, എന്ത് മുടിയസുണ്ടോ? ഞാൻ പിന്നെ വരാം, കുളിയും കൂടി കഴിഞ്ഞിട്ടില്ല. നിക്കൂ കുട്ടി, ഏട്ടൻ എന്തൊക്കെ തമാശ പറയേച്ചുണ്ടോ?
അമ്മണിക്ക് ഇംഗ്ലീഷ് അറിയോ? എന്തിനാ? കഷ്ണവും മുറിയൊക്കെ കേട്ടാൽ അറിയും. ഏട്ടൻ അതും ഇതൊക്കെ പറഞ്ഞു തരും. പഠിക്കാൻ പറയും. ഇനി ഇപ്പോഴാ പഠിപ്പ്. സ്വീറ്റ് എന്നുവെച്ചാ എന്താ? അത് മധുരമുള്ളതിനൊക്കെ പറയും. മിഠായി, ലഡു ഒക്കെ സ്വീറ്റാ. സേഫ് എന്നുവെച്ചാ എന്താ? സേഫ് സേഫ് അലമാരയ്ക്കാ പറയാൻ തോന്നുന്നു. നിന്നോട് ആരാ ഇംഗ്ലീഷിൽ ലെക്ചർ അടിക്കണ? ആരുമില്ല, വെറുതെ ചോദിക്കുക. പോട്ടെ കുട്ടി, സൂക്ഷിച്ചോ. ഇംഗ്ലീഷ് തുടങ്ങിയാ സൂക്ഷിച്ചോ. MA കാരനുള്ള വീടല്ലേ. വേറെ ചിലരുടെ ഇംഗ്ലീഷ് എന്റെ അടുത്തും കൂടുന്നുണ്ട്. ആരാ? തെറ്റായി വിചാരിക്കാൻ കൂടി പാടില്ലാത്തവരാന്ന് വെച്ചോളൂ. കുട്ടിക്ക് പ്രാന്താ. കുറച്ചൊരു എരിവും കൂടി വേണ്ടിയിരുന്നല്ലേ? അബോഗ്രെ, അച്ഛനേരെ വന്നവിടെ. ഹരിദാസിനൊരു കമ്പി ഉണ്ടായിരുന്നു. ഇതാ കുട്ടി ശങ്കരമേനോൻ. ഇയാളാ തറവാട്ടിലെ ആളാ, ഇയാൾ കൊടുത്തോളും. മേനെ ഇതിലൊന്ന് ഒപ്പിടൂ. ഞാൻ എന്റെ ആയുസിനിടയിൽ കമ്പിയിൽ ഒപ്പിട്ടിട്ടില്ല, എന്നിട്ട് ഒപ്പിടാനും ചെയ്യാറില്ല. ആരാ ഷോട്ടോട്ടെ? അല്ല, ഹരിദാസ് മേനല്ലേ കമ്പിയാണ്. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞാൽ ഒപ്പിടില്ല. ഇത് പുലിവാലായല്ലോ. ഒപ്പിട്. മനുഷ്യരായ പറഞ്ഞാൽ മനസ്സിലാക്കണം. ആ അച്ഛനാരെ പണ്ട് പോയിട്ടുള്ളൂ. നിങ്ങൾ അയാളെ കൊടുത്താൽ മതി. ശരി, ഉപ്പ് കുറവാന്ന് തോന്നല്ലേ? അതൊക്കെ കുറച്ച് ഉപ്പിട്ട് കൊടുക്ക്. വേണ്ട. അച്ഛനേരെ ഹരിദാസിനൊരു കമ്പി ഉണ്ട്. കമ്പിയോ? അതെ, ഹരിദാസിനെ. ഇതിലൊന്ന് ഒപ്പിടൂ. എനിക്ക് ഒപ്പിടാം. കമ്പിയല്ല, ആർക്കും ഒപ്പിടാം. ഓ, അച്ഛനേരെ കിഴക്കുംപാട്ട കറണ്ടിന്റെ ബില്ല് കെട്ടിയില്ലല്ലോ. ഓടോടുന്ന കരണ്ട് കമ്പിയാണ് ഹരിദാസിന്. മാറ്. അച്ഛനേരെ അവിടെ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ നേരമില്ല കുമാര, ഹരിദാസിന്റെ കമ്പി. അച്ഛന്മാരെ കിഴക്കമ്പാട്ടെ കൊയ്യാ. മാറി അവിടെ നിന്ന്. കൊയ്ത്തല്ല, കമ്പി. മാറ്. ഓ, മാറി കഴിയില്ല. ഹരിദാസൻ ജയിച്ചു. 1ാം ക്ലാസ് അതിലപ്പുറം ഉണ്ട്. അച്ഛന്മാരിപ്പൊ കമ്പി കൊണ്ടുവന്നു. എന്താ കുഞ്ഞുമാളു? അമ്മേ, നമുക്കിന്നൊരു പായസം വെക്ക. വേണ്ട കുട്ടി, അമ്പലത്തിൽ പണപ്പായസത്തിന് അച്ഛന്മാരെ അതിൽ കാശ് കൊടുക്കാൻ പോവാ ഞാൻ.